കർഷകരെയും യുവജനങ്ങളെയും സ്ത്രീകളെയും പറ്റിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണയും പ്രകടന പത്രികയിലുണ്ട്. പ്രതിവർഷം 2 കോടി വീതം തൊഴിൽ, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും, സ്ത്രീ ശാക്തീകരണത്തിനായി ജനപ്രതിനിധി സഭകളിലും സംവരണം എന്നിങ്ങനെ മുൻകാല പ്രഖ്യാപനങ്ങൾ മറച്ചുപിടിച്ച് വീണ്ടും അവരെക്കുറിച്ച് മുതലക്കണ്ണീർ പൊഴിക്കുകയാണ് ചെയ്യുന്നത്. ജനയുഗം എഡിറ്റോറിയലിലൂടെ. 10 വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ പ്രകടന പത്രിക ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയത്. ഇന്നലെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി പറഞ്ഞത് 10 വർഷം ഒരു പരീക്ഷണമായിരുന്നു, ഇനിയുള്ളതാവും യഥാർത്ഥമെന്നാണ്. അതായത് 10 വർഷ കാലയളവിൽ തങ്ങൾ പൂർണ്ണ പരാജയമായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗവും പ്രകടന പത്രികയും അടയാളപ്പെടുത്തുന്നത്. സ്ത്രീ ശാക്തീകരണം, യുവാക്കളുടെയും പാവപ്പെട്ടവരുടെയും ഉന്നമനം എന്ന കേന്ദ്ര മുദ്രാവാക്യത്തിന് കീഴിൽ ദരിദ്രർ, യുവജനങ്ങൾ, കർഷകർ, സ്ത്രീകൾ എന്നിവർക്കുള്ള പദ്ധതികളിലൂന്നിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയതെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഈ 4 വിഭാഗങ്ങൾക്കൊപ്പം വയോജനക്ഷേമവും എടുത്തു പറയുന്നുണ്ട്. 10 വർഷത്തെ അവകാശവാദങ്ങൾ കടലാസിലൊതുങ്ങിയെന്ന കുറ്റസമ്മതമാണ് യഥാർത്ഥത്തിൽ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. 3 കോടി വീടുകൾ നിർമ്മിക്കുമെന്നും എല്ലാ വീടുകളിലും കുറഞ്ഞ നിരക്കിൽ പൈപ്പ് ലൈൻ വാതകം ലഭ്യമാക്കുമെന്നും വാഗ്ദാനം നൽകുന്നുണ്ട്. 2014 അധികാരമേറ്റ BJP സർക്കാരിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു പാർപ്പിട പ്രശ്നം പരിഹരിക്കുമെന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന 2022ഓടെ ഭവന പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 2024 ആയിട്ടും പ്രഖ്യാപനം യാഥാർത്ഥ്യമായില്ലെന്നാണ്. ഇനി അധികാരത്തിലേറിയാൽ 3 കോടി ഭവനം കൂടി പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം വ്യക്തമാക്കുന്നത്. 70 വയസ്സ് പിന്നിട്ട പൗരന്മാരെയും ഭിന്നലിംഗ സമൂഹത്തെയും ആയുഷ്മാൻ ഭാരത് യോജനയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുതിർന്ന പൗരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുമെന്നുമാണ് മറ്റൊരു പ്രഖ്യാപനം. അധികാരത്തിലിരുന്ന 10 വർഷത്തിനിടെ മോദി സർക്കാർ വയോജന സമൂഹത്തോട് കാട്ടിയ വഞ്ചന പരിശോധിച്ചാൽ ഈ പ്രഖ്യാപനത്തിന്റെ കാപട്യം മനസ്സിലാക്കാനാകും. മോദി അധികാരത്തിലെത്തുന്നതിന് എത്രയോ മുമ്പ് നടപ്പിലാക്കിയതായിരുന്നു മുതിർന്ന പൗരന്മാർക്ക് തീവണ്ടികളിൽ യാത്രാ നിരക്കിൽ നൽകിയിരുന്ന ഇളവ്. 2020 കോവിഡ് മഹാമാരിയുടെ പേര് പറഞ്ഞ് നിർത്തലാക്കിയ പ്രസ്തുത ഇളവ് പുനഃസ്ഥാപിക്കുവാൻ ഇതുവരെ മോദി തയ്യാറായിട്ടില്ല. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി വിഹിതം 1 രൂപ പോലും 10 വർഷമായിട്ടും വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, അർഹതപ്പെട്ട വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിലും വിമുഖതയാണ് കാട്ടുന്നത്. 60 മുതൽ 79 വയസ്സ് വരെ ഉള്ളവർക്ക് 200, 80 മുകളിലുള്ളവർക്ക് 500 രൂപ വീതമാണ് കേന്ദ്ര വിഹിതമായി നൽകുന്നത്. ഇതിന്റെ കൂടെ യഥാക്രമം 1400, 1100 രൂപ വീതം ചേർത്ത് 1600 രൂപ കേരളം പെൻഷനായി നൽകുന്നുണ്ട്. 2016 LDF അധികാരത്തിലെത്തിയതിനു ശേഷം സംസ്ഥാന വിഹിതത്തിൽ 3 മടങ്ങിലധികമാണ് വർധന വരുത്തിയതെന്ന് ഓർക്കണം. കർഷകരെയും യുവജനങ്ങളെയും സ്ത്രീകളെയും പറ്റിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണയും പ്രകടന പത്രികയിലുണ്ട്. പ്രതിവർഷം 2 കോടി വീതം തൊഴിൽ, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും, സ്ത്രീ ശാക്തീകരണത്തിനായി ജനപ്രതിനിധി സഭകളിൽ സംവരണം എന്നിങ്ങനെ മുൻകാല പ്രഖ്യാപനങ്ങൾ മറച്ചുപിടിച്ചാണ് വീണ്ടും അവരെക്കുറിച്ചുള്ള മുതലക്കണ്ണീർ പൊഴിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ച 6000 രൂപ കർഷകർക്ക് നൽകുമെന്ന പ്രഖ്യാപനം ആവർത്തിക്കുന്ന മോദി കർഷക വരുമാനം ഇരട്ടിയാക്കിയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല. സ്ത്രീ സംവരണ നിയമം പാസാക്കിയെന്ന് അവകാശപ്പെട്ട സർക്കാർ അത് എപ്പോൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പു പറയാൻ സാധിക്കാതെ ഇരുട്ടിൽ തപ്പുന്നതിന്റെ കാപട്യം തിരിച്ചറിഞ്ഞ ജനങ്ങൾക്ക് മുമ്പിൽ 3 കോടി സ്ത്രീകളെ ലക്ഷാധിപതികളാക്കുമെന്ന പുതിയ മോഹന വാഗ്ദാനം നൽകി കണ്ണു മഞ്ഞളിപ്പിക്കുവാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു. ദരിദ്രരുടെയും യുവാക്കളുടെയും ഉന്നമനമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിലും സമൂർത്തമായ പദ്ധതികൾ ഒന്നും തന്നെ മുന്നോട്ട് വയ്ക്കുന്നില്ല. ഏകീകൃത വ്യക്തി നിയമം, ലോകവ്യാപകമായി രാമായണ ഉത്സവങ്ങൾ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നിങ്ങനെ ഇന്ത്യയുടെ മതേതര ജനാധിപത്യ ഘടനയെ തകർക്കുന്ന പതിവ് പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. 10 വർഷത്തിനിടെ രാജ്യത്തെ ദരിദ്രരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്തുവാനും സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുവാനും സാധിച്ചുവെന്ന അവകാശവാദം പൊള്ളയാണെന്ന് വ്യക്തമാക്കുന്നതാണ് സൗജന്യ റേഷൻ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് തുടരുമെന്ന വാഗ്ദാനം. രാജ്യത്തെ 80 കോടി പേർക്ക് സൗജന്യ റേഷൻ നൽകുന്നുവെന്നാണ് കണക്ക്. അത്രയും പേർ, അതായത് ജനസംഖ്യയിലെ പകുതിയിലധികം ആളുകൾ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുവാൻ ശേഷിയില്ലാത്തവരാണെന്ന വസ്തുത മോദിയുടെ എല്ലാ അവകാശവാദങ്ങളെയും നോക്കി പല്ലിളിക്കുന്നുണ്ട്. മുദ്രാ വായ്പാ തുക ഉയർത്തും, വന്ദേ ഭാരത് തീവണ്ടികൾ കൂടുതലായി സർവീസ് നടത്തും എന്നിങ്ങനെ നിലവിലുള്ള പദ്ധതികളും സേവനങ്ങളും പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. 10 വർഷം
ഭരിച്ചൊരു സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് സ്വയം സമ്മതിക്കുന്നതാണ് BJPയുടെ പ്രകടന പത്രിക. പേരിൽ തന്നെ ഉള്ളതുപോലെ വെറും സങ്കല്പം മാത്രമാണ് അതിലെ ഉള്ളടക്കങ്ങൾ. ജനക എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.